സമാധാന നീക്കങ്ങൾക്കിടെ ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കൊല. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച 9 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത്. ഗസയിൽ നിന്ന് 38 മൃതദേഹങ്ങളും കണ്ടെടുത്തു. ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തുന്നത് എളുപ്പമല്ലെന്ന് റെഡ് ക്രോസ് അറിയിച്ചു. എന്നാൽ ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ഇസ്രായേലിന്റെ വിലക്കുള്ളതായി UN ഏജൻസികൾ അറിയിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, സമാധാനമെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുമ്പോഴും നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു എന്ത് സമാധാനമാണ് എന്നതിനെക്കുറിച്ച്. ചർച്ചകളെല്ലാം കഴിയുന്നു, ആദ്യഘട്ടം എന്നോണം ഈ രീതിയിൽ വെടിനിർത്തൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴാണ് സമാധാനമില്ലാതെ വീണ്ടും കൊലയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും 9 പേരെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗസയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനമായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി. ഇതിന് ഏറ്റവും പുതിയ 2 അപ്ഡേറ്റ്സുകളുണ്ട്. അതിലൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്പം മുമ്പ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ച ഒരു പ്രതികരണമാണ്. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം 2 കൂട്ടരും, ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പോലും പ്രയോഗവൽക്കരണത്തിൽ വരാൻ ഒരുപക്ഷെ ചില പ്രതിസന്ധികൾ രൂപപ്പെടുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു. ിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചതായിട്ട് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് എന്നത് ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ബന്ദികളുടെ മൃതദേഹങ്ങൾ പരമാവധി കൈമാറുമെന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഈ 2 പ്രശ്നങ്ങളായിരുന്നു ഒരുപക്ഷെ ഈ വെടിനിർത്തൽ കരാറിന് തിരിച്ചടിയായി ഇന്ന് രാവിലെ മുതൽ മാറിക്കൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിത്യവും 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് അനുവദിക്കണമെന്നായിരുന്നു ഈ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് ഇസ്രായേൽ വെറും 300 ട്രക്കുകൾ മാത്രമേ അനുവദിക്കാൻ സാധിക്കൂ എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. അത് മാത്രമല്ല, റഫ അതിർത്തി അടയ്ക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നു. ഇത് സ്വാഭാവികമായിട്ടും വെടിനിർത്തലിന്റെ ആദ്യഘട്ടം തന്നെ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ തുർക്കിയും ഈജിപ്തും ഖത്തറും അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് തന്നെ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് 2ാം ഘട്ട ചർച്ചയിലേക്ക് പോവുകയാണെന്ന ഒരു വിശദീകരണം ട്രംപ് നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹമാസ് ഇന്ന് രാത്രി തന്നെ ഈ ബന്ദികളുടേതായിട്ടുള്ള ബാക്കി മൃതദേഹങ്ങൾ, 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 4 എണ്ണം ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്ര മൃതദേഹങ്ങൾ കൈമാറുമെന്ന കാര്യം വ്യക്തമല്ല. ചില പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് റെഡ് ക്രോസും അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പരമാവധി മൃതദേഹങ്ങൾ കൈമാറിക്കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താനുള്ള തിരട്ട നീക്കങ്ങളിലാണ് ഹമാസും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും. പക്ഷേ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പകൽ 9 ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് തങ്ങളുടെ ആത്മരക്ഷാർത്ഥമുള്ള ഒരു നീക്കം എന്ന നിലക്കാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നതെങ്കിലും ഈ വടക്കൻ ഗസയിലേക്കും മറ്റും തിരിച്ചു വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് ഇങ്ങനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. 2 കന്യൂണിസ് ഉൾപ്പെടെ 2 ഇടങ്ങളിലുണ്ടായിട്ടുള്ള വെടിവെപ്പിലാണ് 9 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 43 മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെടുത്തതായിട്ട് ഔദ്യോഗികമായി തന്നെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രാലയം ഗസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ പുറമേക്ക് പ്രത്യക്ഷത്തിൽ ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമത്തിലേക്ക് ഇത് നീങ്ങണം എന്നൊരു അഭിലാഷം പൊതുവെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലും മറ്റും രൂപപ്പെട്ടിട്ടുണ്ട്. കെയ്റോയിൽ സമാപിച്ച 20 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത വെടിനിർത്തൽ കരാറിലും അതേ വികാരവും അതേ സന്ദേശവും തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗസയിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച തിരക്കിട്ട കൂടിയാലോചനകളും തുടരുന്നുണ്ട്. എന്തായാലും ഹമാസിനെ നമുക്കറിയാം, സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ നിർവീര്യമാക്കുക, നിരായുധരാക്കുക, അതിനപ്പുറത്തേക്ക് നശിപ്പിക്കുക, അതിനുശേഷം ഗസയുടെ പദ്ധതി അത് നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നതെല്ലാം അറിയേണ്ടതുണ്ട്. അതുകൂടി ആകുമ്പോൾ ഇസ്രായേൽ എങ്ങനെ നീങ്ങും എന്നതുകൂടി അറിയണം. ഇസ്രായേലിനകത്ത് എന്ത് സംഭവിക്കും എന്നതുകൂടി ഉള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതാണ്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമൊക്കെ ഇസ്രായേലിൽ തന്നെ ട്രംപ് സംസാരിക്കുമ്പോൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടി
തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നിപ്പം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും കുറെ കൂടി പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ കരാർ അപ്രസക്തമായി എന്ന് നമ്മൾ കരുതുകയും ആ നിലയ്ക്ക് ഗസക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ട് ഹമാസിനെ പാഠം പഠിപ്പിക്കണം. കാരണം ഹമാസിനെ ഒട്ടും നമുക്ക് നിരായുധീകരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ആ ലക്ഷ്യം നിറവേറാൻ ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവറും നടത്തിയത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ ഇന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല നാളെ അദ്ദേഹം അഴിമതിയുമായി ബന്ധപ്പെട്ട ആ ഒരു കുറ്റവിചാരണയുടെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാകാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് വലിയ സമ്മർദ്ദത്തിലാണ് നെതന്യാഹു നിലനിൽക്കുന്നത്. കാരണം ഇന്നലെ ട്രംപ് അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് തന്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുപോലും ഇസ്രായേൽ പൊതുസമൂഹം നിരാകരിക്കുകയാണ് ചെയ്തത്. കാരണം വലിയ തോതിലുള്ള വഞ്ചനയും അഴിമതിയും നടത്തിയ ഒരു നേതാവിനെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രത്തിന്റെ നേതാവ് അവർ എത്ര തന്നെ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യമാണെങ്കിലും ട്രംപ് അത്തരമൊരു പ്രസ്താവന നടത്തിയത് ഒട്ടും ശരിയായിട്ടില്ല എന്ന പ്രതികരണമാണ് ഇസ്രായേലി പൊതുസമൂഹം നടത്തുന്നതും പ്രതിപക്ഷ നേതൃത്വവും അതേ നിലപാട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ രണ്ടാം ഘട്ടം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. വിഷയത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഹമാസ് കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല അറബ് രാജ്യങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്, ലോകം മുഴുവൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ടാം ഘട്ടം. ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളുടെ കൈമാറ്റവും ആനുപാതികമായിട്ട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കലുമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ൊപ്പം തന്നെ ഗസയിൽ നിന്ന് ഈ പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം, ഏറ്റവും കൂടുതൽ വിലക്കുകളില്ലാത്ത വിധത്തിലുള്ള സഹായ വസ്തുക്കൾ ഗസയിൽ ലഭ്യമാക്കുക, അങ്ങനെ 4 കാര്യങ്ങളിൽ മാത്രമാണ് ഈ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നത് ഗസയിൽ ഒരു ഭരണ സംവിധാനം എന്നത്, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭരണനിർവഹണവും ഒപ്പം ഈ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും സങ്കീർണമാണ്. ഒപ്പം അതിലേറെ സങ്കീർണമാണ് ഹമാസിനെ നിരായുധീകരിക്കുക, ഒരു അന്തർദേശീയ സ്വഭാവത്തിലുള്ള ഒരു സമാധാന സേനയെ ഇവിടേക്ക് നിയോഗിക്കുക, അതോടൊപ്പം തന്നെ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര ഭരണ സംവിധാനം കൊണ്ടുവരിക എന്ന വളരെ പ്രായോഗികമല്ലാത്ത ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് 20 പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് നിരന്തരമായ ഒരു പക്ഷേ ചർച്ചകൾ വേണ്ടിവരും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഒട്ടേറെ വിട്ടുവീഴ്ചകൾ 2 പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇരുപക്ഷത്തെയും അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ട്രംപ് തന്നെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശാശ്വതമായിട്ടുള്ളൊരു യുദ്ധവിരാമം ആയിരിക്കുന്നു, ഇനി ഒരിക്കലും ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നില്ല, ട്രംപ് അത് പറയുമ്പോഴും ആക്രമണം നടത്തുന്നു, വീണ്ടും ആളുകളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലസ്തീനിൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം പ്രഖ്യാപനങ്ങൾ, വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ജീവനെടുക്കുന്ന നിലപാട് ഇസ്രായേൽ തുടരുന്നു എന്നുള്ളതുമാണ്. അത് ചോദ്യം ചെയ്യപ്പെടും. മാത്രവുമല്ല ഇനിയുള്ള പദ്ധതികളിലും ആകാംക്ഷയും ആശങ്കയും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നന്ദി MCA വിവരങ്ങൾ. ഗസ സമാധാന പദ്ധതിയിൽ അതിനിർണായകമായത് ഖത്തറിന്റെ ഇടപെടലാണ്. ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ അറബ് രാഷ്ട്രം നടത്തിയ ഇടപെടലുകളാണ് സമാധാനത്തിന്റെ വാതിൽ തുറന്നത്. US, ഈജിപ്ത് രാഷ്ട്രങ്ങളുമായി സഹകരിച്ചായിരുന്നു ശ്രമങ്ങൾ. സമാധാന പദ്ധതിയിൽ ഖത്തറിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അനിഷ പവർ ചേരുന്നുണ്ട്. അനിഷ, ഏറ്റവും നിർണായകമായത് അറബ് രാജ്യങ്ങളുടെ ഇടപെടലാണ്. അത് ഖത്തർ ആക്രമണത്തിന് ശേഷമാണ് കൂടുതലായി അവരുടെ നിലപാടുകൾ, അവരുടെ തീരുമാനങ്ങളൊക്കെ അറിയിച്ച് മധ്യസ്ഥ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഖത്തറിന്റെ ഇടപെടൽ ഇപ്പോഴത്തെ സമാധാന ചർച്ചയിൽ? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ആഗ്രഹിച്ചതുപോലെ സമാധാന കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൽ ഖത്തറിന്റെ ഇടപെടൽ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് അതിവേഗം ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴിത്തിരിവായി മാറിയത് അത് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. സെപ്റ്റംബർ 9 ഈ ആക്രമണം. ദോഹയിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതിൽ തന്നെ
ഖത്തറിന്റെ സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ 6 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനു പിന്നാലെ തന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഖത്തറിന് നേർക്ക് ഒരു ആക്രമണം വരുമ്പോൾ അതിനെ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ എതിർത്തു, വിമർശനങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിനു പിന്നാലെ സെപ്റ്റംബർ 11 ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് UN രക്ഷാസമിതി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഖത്തർ ഇസ്രായേലിന് പുറമെ തന്നെ US മുകളിലും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും നിർണായകമായത് സെപ്റ്റംബർ 11 ചർച്ചകൾക്ക് വേണ്ടി ഖത്തർ പ്രധാനമന്ത്രി US പോകുമ്പോഴാണ്. US പോയി ഡൊണാൾഡ് ട്രംപുമായി ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. അത്തരത്തിൽ ഖത്തറിന്റെ ആശങ്കകളെല്ലാം തന്നെ US പങ്കുവച്ചു. സ്വാഭാവികമായും US ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളൊക്കെ തന്നെ ലോകം അന്ന് ഉറ്റുനോക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ സെപ്റ്റംബർ 15 ദോഹയിൽ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ചേരുകയുണ്ടായി. അതിൽ തന്നെ ഖത്തറിന് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഉച്ചകോടിയിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ആയുധ കൈമാറ്റ ബന്ധം പുനഃപരിശോധിക്കാൻ കൂടി അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 16 US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറിലേക്ക് എത്തുന്നത്. നേരത്തെ US നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഖത്തറിലെ സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കോ റൂബിയോയെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഖത്തറിലേക്ക് അയച്ചത്. സമാനമായി തന്നെ ഖത്തറിന്റെ ആശങ്കകളെല്ലാം തന്നെ US അറിയിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 16 തന്നെ ട്രംപ് നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അത് ലോകമുറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. എന്താണ് ഇനി ഗസയിൽ US ഇസ്രായേലും ചെയ്യാനിരിക്കുന്നത് എന്നതിനു വേണ്ടിയായിരുന്നു ലോകം കാത്തിരുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലുണ്ടായത് ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മാപ്പ് പറഞ്ഞു. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകരുത് എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ തന്നെ ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ട്രംപിന്റെ ഒരു അസാധാരണ എക്സിക്യൂട്ടീവ് ഉത്തരവ് കൂടി പുറത്തുവിടുകയും ചെയ്തു. സെപ്റ്റംബർ 16 തന്നെ UN പൊതുസഭയ്ക്കിടെ അറബ് നേതാക്കളും ട്രംപും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയ്ക്കിടെയും ഉണ്ടായത് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ പരിശോധിക്കുകയും ഉണ്ടായി. അതായത് എന്താണ് ഇനി സമാധാനത്തിലേക്ക് പോകാൻ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതായിരുന്നു ചർച്ചകൾ. ഇനി സംഭവിച്ചത് ഒക്ടോബർ ആദ്യ വാരത്തിലാണ്. ട്രംപ് ഒരു 20 പദ്ധതികളുമായി രംഗത്തെത്തുകയാണ്. ഇസ്രായേലിന് പൂർണ്ണമായും അനുകൂലമാകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് അനുകൂലമാകുന്നത് കൊണ്ട് തന്നെ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു നിർണായകമായിരുന്നത്. അതിൽ ഒരു ചർച്ചകൾക്ക് ശേഷം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇന്നലെ ഒക്ടോബർ 13 ഇന്നലെ തന്നെ ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പറഞ്ഞതുപോലെ തന്നെ ഖത്തറിന്റെ ഇടപെടൽ കൂടി അതിൽ നിർണായകമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ധന്യ. പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ 1967 അതിർത്തികളോടെ പലസ്തീൻ രാജ്യം വേണമെന്ന് വീണ്ടും സൗദി മന്ത്രിസഭ. വെടിനിർത്തലിലേക്ക് നയിച്ച ഷറം അൽ ഷെയ്ഖ് സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തെ സൗദി മന്ത്രിസഭ സ്വാഗതം ചെയ്തു. ഗസയിലേക്കുള്ള സഹായം സൗദി അറേബ്യ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ വിവിധ വസ്തുക്കളുമായി 68ാമത്തെ വിമാനവും ഈജിപ്തിലെത്തി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വീണ്ടും ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇത് പിറക്കാതെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകില്ല. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാജ്യം 1967 അതിരുകളോടെ പിറക്കണമെന്ന് മന്ത്രിസഭ ആവർത്തിച്ചു. ഇതിനിടെ ഫലസ്തീനിലേക്കുള്ള സഹായം സൗദി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിച്ചു. തെക്കൻ ഗസയിൽ ഒരുക്കിയ സൽമാൻ രാജാവിന്റെ പേരുള്ള റിലീഫ് കേന്ദ്രം ഭക്ഷ്യവസ്തുക്കൾ കൈമാറുന്നത് തുടരുകയാണ്. വിമാനമാർഗം മരുന്ന്, ആശുപത്രി ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, താൽക്കാലിക തമ്പുകൾ എന്നിവയാണ് എത്തിക്കുന്നത്. ഇവ കരമാർഗം ട്രക്കുകളിൽ ഗസയിലെത്തിക്കുന്നു. നേരത്തെ സാമ്പത്തിക സഹായവും ഗസയിലേക്ക് സൗദി പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ പ്രഖ്യാപനങ്ങൾ തുടർ ദിനങ്ങളിൽ ഉണ്ടാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇനി ഗൾഫിലെ മറ്റ് വാർത്തകളുമായി സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനും ദുബൈയിൽ നിന്ന് ഷിനോ ഷംസുദ്ദീനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഫ്താബിലേക്കാണ്. അഫ്താബ്, ഇന്ത്യക്കാർക്ക് സൗദിയിലും ഇ പാസ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ജിദ്ദ കോൺസുലേറ്റിൽ വൈകിട്ട് 3 മണിയോടെ ആദ്യ ഇ പാസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയുന്നു. പ്രവാസികൾക്കും സൗദിയിൽ നിന്ന് ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാം എന്നുള്ളതും പ്രവാസികളെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. ഇ പാസ്പോർട്ടിന്റെ 10 വർഷത്തെ കാലാവധിയാണ് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട്. കൂടുതലായി എന്തൊക്കെയാണ് ഇ പാസ്പോർട്ടിന് വേണ്ടി ചെയ്യേണ്ടത്, അതെന്തൊക്കെ എത്രത്തോളം ഉപകാരമാകും പ്രവാസികളെ ഉൾപ്പെടെ സംബന്ധിച്ച് എന്നതിന്റെയൊക്കെ വിശദാംശങ്ങൾ?
ധന്യ, നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE-യിൽ ഈ പാസ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് കൂടി ഈ പാസ്പോർട്ട് സംവിധാനം വരുന്നത്. അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് 3-ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കും. പാസ്പോർട്ട് സേവാ വഴി തന്നെ പ്രവാസികൾക്ക് ഇതിനായി അപേക്ഷ നൽകാം. സാധാരണ ഫീസ് തന്നെ, അതായത് സാധാരണ പാസ്പോർട്ടിനുള്ള ഫീസ് തന്നെയാണ് ഇതിനുമുള്ളത്. നിലവിലുള്ളവർക്ക് അവരുടെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഇതിനായി അപേക്ഷ നൽകാം. ഇനി അതല്ലാത്ത രീതിയിലും അവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ പല തവണ യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് വിമാനത്താവളത്തിലുള്ള എമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന നേട്ടം. പ്രത്യേകിച്ച് ഈ പാസ്പോർട്ടിലുള്ള ഒരു ചിപ്പ് വഴി ഓരോ യാത്രക്കാരന്റെയും വിവരങ്ങൾ അവരുടെ പാസ്പോർട്ടിന്റെ ഈ ചിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് എമിഗ്രേഷൻ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഗേറ്റ് സംവിധാനമെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത്തരമൊരു ഘട്ടത്തിൽ പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ എയർപോർട്ടിനകത്തുള്ള പ്രൊസീജിയർ പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ യാത്രകൾ പൂർത്തിയാക്കാനാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏതായാലും ഇത് സൗദി അറേബ്യയിലേക്ക് ഇതുവരെ വന്നിരുന്നില്ല. ഇത് ആദ്യമായി സൗദി അറേബ്യയിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിനങ്ങളിൽ ഒരുപക്ഷെ സൗദി അറേബ്യക്ക് അകത്തു നിന്നും ഒപ്പം തന്നെ നാട്ടിലുള്ളവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം വഴിയും ഇതിനുള്ള അപേക്ഷകൾ നൽകാനാകും. ധന്യ. ശരി അഫ്താബ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട് UAE-യിൽ നിന്ന്. ഷിനോജ്, വിവാദ വ്യവസായി BR ഷെട്ടി SBIക്ക് 407 കോടി രൂപ നൽകണം എന്നാണ് ദുബായ് കോടതിയുടെ വിധി. വ്യാജ സത്യവാങ്മൂലം നൽകിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഒരു ഇന്ത്യക്കാരനെതിരെ ഇന്ത്യൻ ബാങ്കിന് വേണ്ടി ദുബൈയിലെ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2018-ൽ കമ്പനിയുടെ നടത്തിപ്പിനും മറ്റുമായി $50 മില്യൺ SBIയുടെ DIFC ബ്രാഞ്ചിൽ നിന്ന് വ്യാജ സത്യവാങ്മൂലം നൽകി ലോൺ എടുത്തു എന്നുള്ളതാണ് BR ഷെട്ടിക്കെതിരെയുള്ള കേസ്. ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ അവിശ്വസനീയമായ വിധം നുണകളുടെ ഘോഷയാത്രയാണ് BR ഷെട്ടി കോടതിയിൽ ഹാജരാക്കിയത് എന്നാണ് ഇതിന്റെ ജഡ്ജിയായ ആൻഡ്രൂ മോറൻ പറയുന്നത്. കാരണം ഈ വ്യാജ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടത് താനല്ല എന്നുള്ളൊരു വാദമാണ് BR ഷെട്ടി ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് എല്ലാം കോടതിയിൽ പൊളിച്ചടക്കുന്ന വിധത്തിലായിരുന്നു ജഡ്ജിയുടെ പരാമർശങ്ങൾ. അതായത് ഇതിനുവേണ്ടി SBI ഉദ്യോഗസ്ഥരുമായി ഇദ്ദേഹം കാണുകയും ഇദ്ദേഹത്തിൻ്റെ NMCയുടെ അബുദാബി ഓഫീസിൽ വെച്ച് അവരോടൊപ്പം ഈ സത്യവാങ്മൂലം ഒപ്പിടുന്നതിൻ്റെ ചിത്രം പകർത്തുകയൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം അത് തൻ്റെ ഒപ്പല്ല എന്ന് വാദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം ഇത് ഒരു നിലയ്ക്കും നിലനിൽക്കുന്ന വാദങ്ങളല്ല BR ഷെട്ടി ഉന്നയിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. BR ഷെട്ടി പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായി ഈ സത്യവാങ്മൂലത്തിൽ യാതൊരു ബന്ധവുമില്ല, സ്ഥാപനത്തിനാണ് ബന്ധമുള്ളത്, തൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടുകൾക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് വാദിച്ചത്. ആ വാദവും കോടതിയിൽ പൊളിഞ്ഞു എന്നുള്ളതാണ്. ഇതോടൊപ്പം ചർച്ചയാകുന്നത് BR ഷെട്ടിയുടെ രാഷ്ട്രീയം കൂടിയാണ്. കാരണം പലപ്പോഴും തൻ്റെ BJP സംഘപരിവാർ ബന്ധം തുറന്നു പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് BR ഷെട്ടി. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും BJPയുടെ പ്രവാസി സംഘടനയായ IPF ഇദ്ദേഹത്തെ ഇന്ത്യയുടെ അഭിമാനം എന്ന് വിളിച്ച് ആദരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദുബായ് കോടതിയിൽ നിന്നും ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ കോടതിയാണ് ഇദ്ദേഹത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് DIFCയുടെ SBI ബാങ്കിൽ നിന്നും ഇദ്ദേഹം എടുത്ത $49.55 മില്യൺ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. തന്നെയുമല്ല, വിധി വരുന്നത് വരെയുള്ള ഇതിന്റെ പലിശയും BR ഷെട്ടി തിരിച്ചടയ്ക്കണം. അത് ദിവസം $11,000 വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ധന്യ. ശരി ഷിനോജ്, നന്ദി വിവരങ്ങൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രാ ഷെഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നു. ഏപ്രിൽ 18-ന് ആദ്യ വിമാനം സൗദിയിലെത്തും. ഇന്ത്യയിൽ നിന്ന് ഏപ്രിൽ 18-ന് സർവീസ് ഉണ്ടാകുമെന്നാണ് സൂചന. മെയ് 21 വരെ വിമാന സർവീസ് തുടരും. വിമാന കമ്പനികളോട് തയ്യാറെടുപ്പ് പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഫ്തബ് റഹ്മാൻ വീണ്ടും ചേരുന്നുണ്ട്. അഫ്തബ്, എങ്ങനെയാണ് ഷെഡ്യൂൾ വന്നത് പ്രകാരം ഇന്ത്യയിൽ നിന്നുൾപ്പെടെ എപ്പോഴായിരിക്കും, ഏത് ഡേറ്റിലൊക്കെയാണ് വിമാനങ്ങൾ എത്തുക? വിശദാംശങ്ങൾ.
ധന്യ, ഈ അടുത്ത വർഷത്തേക്കുള്ള വിമാനയാത്രാ ഷെഡ്യൂൾ ഇപ്പോൾ തന്നെ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓരോ വർഷവും ഹജ്ജ് പൂർത്തിയാകുന്ന ആ ഘട്ടം മുതൽ തന്നെ തൊട്ടടുത്ത വർഷത്തേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാറുണ്ട്. അത്തരത്തിൽ ഈ വർഷം കുറച്ചുകൂടി നേരത്തെ ഷെഡ്യൂളുകൾ ആരംഭിക്കുകയും ഒപ്പം തന്നെ സർവീസ് ആരംഭിക്കാനുമാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ 2026 ഏപ്രിൽ 18 ആദ്യ ഹജ്ജ് വിമാനം സൗദി അറേബ്യയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ അന്ന് മുതൽ പൂർണ്ണമായും സൗദി അറേബ്യ ഹജ്ജിന്റെ തിരക്കിലേക്ക് മാറും. ഏപ്രിൽ 18 ആദ്യ വിമാനം. സാധാരണ രീതിയിൽ ആദ്യ ദിനം തന്നെ ഇന്ത്യൻ വിമാനങ്ങളും എത്താറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങളെയും ഏപ്രിൽ 18 തന്നെ പ്രതീക്ഷിക്കാം. ഇതിന്റെ ഓരോ രാജ്യങ്ങളെയും വ്യത്യസ്തമാക്കി തിരിച്ചുള്ള കണക്കുകൾ ഇതിന് തൊട്ട് പിന്നാലെയാകും പുറത്തിറക്കുക. ഈ മെയ് 21 വരെ വിമാനങ്ങളുടെ വരവ് സൗദി അറേബ്യയിലേക്ക് ഹാജിമാരുമായി തുടരും. മെയ് അവസാന വാരത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മെയ് 30 മടക്കയാത്ര ആരംഭിക്കുക. അത് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന് ജൂൺ 30 വരെ ഹജ്ജിന്റെ മടക്കയാത്ര തുടരും. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാ രാജ്യങ്ങളോടും സൗദി അറേബ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നുണ്ട്. മാത്രവുമല്ല ഹാജിമാരെ പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ ബുക്കിംഗ്, ഇതെല്ലാം ഓരോ രാജ്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഹാജിമാരെ എത്തിക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വിമാന കമ്പനികൾക്കും ഇപ്പോൾ സൗദി അറേബ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സജീവമായ തിരക്കിലേക്ക് നീങ്ങുകയാണ് സൗദി അറേബ്യ. അതിന്റെ ആദ്യഘട്ട പടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വിമാനയാത്രയുടെ ഷെഡ്യൂൾ. ധന്യ. ശരി ആഫ്താബ്. ഇന്ത്യയിൽ ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള 7000-ലേറെ പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. മാരമില്ലാതെ എത്തുന്ന വിഭാഗത്തിൽ പുതുതായി 500 പേർക്കും അവസരമുണ്ട്. ഹജ്ജിന് അപേക്ഷിച്ചവരുടെ രണ്ടാം ഗഡു പണം ഈ മാസം നൽകേണ്ടി വരും. കാത്തിരിപ്പ് പട്ടികയിലെ 7636 പേർക്കാണ് പുതുതായി അവസരം ലഭിച്ചത്. കേരളം, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗുജറാത്ത്, കർണാടക ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ലിസ്റ്റിൽ. കേരളത്തിൽ നിന്നും 3792 മുതൽ 4782 വരെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പറിലുള്ള 1000-ഓളം പേരെയാണ് തിരഞ്ഞെടുത്തത്. മഹറം വിഭാഗത്തിൽ 500 പേർക്ക് പുതുതായി അപേക്ഷിക്കാൻ അവസരമുണ്ട്. 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാനാവുക. ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴി ഈ മാസം 16 മുതൽ 31 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഹജ്ജിന് അവസരം ലഭിച്ചവർ ഈ മാസം 31 മുമ്പായി പണമടക്കണം. ആദ്യ ഗഡു അടച്ചവർ 1,25,000 രൂപയാണ് അടയ്ക്കേണ്ടത്. അല്ലാത്തവർ 2,75,300 രൂപ അടയ്ക്കേണ്ടി വരും. ഈ മാസം 31 അവസാന തീയതി. ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ് വഴിയോ SBI, യൂണിയൻ ബാങ്കുകൾ വഴിയോ പണമടക്കാവുന്നതാണ്. സാബിത് സലീം, മീഡിയ 1, മക്ക. മസ്കറ്റ് കോഴിക്കോട് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സലാം എയർ. വെള്ളിയാഴ്ചകളിൽ ഓരോ സർവീസുകളാണ് അധികമായി ചേർത്തത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ സർവീസുകൾ കുറച്ച സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ്. മസ്കത്ത് കോഴിക്കോട് റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ. വെള്ളിയാഴ്ചകളിൽ ഓരോ സർവീസുകളാണ് അധികമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ എല്ലാ ദിവസവും രാത്രി 10:55 മസ്കത്തിൽ നിന്ന് പതിവ് വിമാനം. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്കും സർവീസ് ഉണ്ടാകും. കോഴിക്കോട് നിന്ന് പുലർച്ചെ 4:50 പതിവ് വിമാനം. വെള്ളിയാഴ്ചകളിൽ രാത്രി 10:45 അധിക സർവീസ്. ഡിസംബർ വരെയാണ് നിലവിൽ അധിക സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് മസ്കത്ത് വഴി ജിദ്ദ, റിയാദ്, ദമാം, കുവൈത്ത്, ദോഹ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് കണക്ഷൻ വിമാന സർവീസുകളും ലഭ്യമാണ്. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ സർവീസുകൾ കുറയ്ക്കുകയും ഇൻഡിഗോ വിവിധ സർവീസുകൾ ഡിസംബർ വരെ താൽക്കാലികമായി നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സലാം എയറിന്റെ കോഴിക്കോട് മസ്കത്ത് സർവീസ് ഗൾഫ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ ഇന്ന് 3 വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി. ഒരു മാസത്തിനിടെ സമാനമായ കേസുകളിൽ നടപ്പാക്കിയത് 15-ലേറെ വധശിക്ഷകളാണ്. പരിശോധന ശക്തമായതോടെ പിടിയിലാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പുതുതായി റിയാദിൽ പിടിയിലായവരിൽ ഇന്ത്യക്കാരുമുണ്ട്. കനത്ത പരിശോധനയാണ് മയക്കുമരുന്ന് പിടികൂടാൻ സൗദിയിലുള്ളത്. അതിർത്തികൾക്ക് പുറമെ രാജ്യത്തിനകത്ത് വിവരങ്ങൾ നൽകിയുള്ള പരിശോധനയും ശക്തമായി തുടരുന്നു. മയക്കുമരുന്ന് കേസിൽ ഇന്നലെയും ഇന്നുമായി 3 ശിക്ഷകൾ നടപ്പാക്കി. തബൂക്കിൽ 2 ഈജിപ്ഷ്യരുടെയും റിയാദിൽ അഫ്ഗാൻ പൗരനുമാണ് വധശിക്ഷ നൽകിയത്. ഇതോടെ ഒരു മാസത്തിനിടെ മയക്കുമരുന്ന് കേസിൽ മാത്രം നടപ്പാക്കിയ വധശിക്ഷകളുടെ എണ്ണം 15 കവിഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ഒരാളും വിട്ടുവീഴ്ച പ്രതീക്ഷിക്കരുതെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സൗദിയിൽ നിരോധിച്ച മരുന്നുകൾ കൊണ്ടുവരുന്നതിനെതിരെയും നിരന്തരം എന്നോണം ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റിയാദിൽ ഒരു മാസത്തിനിടെ പിടിയിലായവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു.
മലയാളികളിൽ ചിലർ കഴിഞ്ഞ ആഴ്ച പിടിയിലായതായും വിവരമുണ്ട്. മദ്യമയക്കുമരുന്ന് കേസുകൾ സൗദിയിൽ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ഇതിനാൽ തന്നെ കേസിൽ ആർക്കും ഇടപെടാനും സാധിക്കില്ല. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. UAE ഗോൾഡൻ വിസയ്ക്കുള്ള പ്രവാസികൾക്ക് വിദേശത്ത് കോൺസുലർ സേവനം പ്രഖ്യാപിച്ച് UAE. വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. മറ്റേതെങ്കിലും രാജ്യത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. പാസ്പോർട്ട് കേടുപാട് സംഭവിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പ്രവാസികളെ UAE എത്തിക്കാൻ മന്ത്രാലയം ഇലക്ട്രോണിക് റിട്ടേണിംഗ് ഡോക്യുമെന്റ് നൽകും. വിദേശത്ത് മരിച്ചാൽ മൃതദേഹം കൊണ്ടുവരുന്നതിനോ സംസ്കരിക്കുന്നതിനോ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര സ്കേറ്റിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറുകയാണ് UAE മലയാളി വിദ്യാർത്ഥി അൻവിത. ഈ വർഷം നടന്ന ഓൾ ഇന്ത്യ റാങ്കിംഗ് കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ഈ 10 വയസ്സുകാരി. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടുകയാണ് അൻവിതയുടെ സ്വപ്നം. UAE മലയാളി വിദ്യാർത്ഥി അൻവിതയുടെ വിശേഷങ്ങൾക്കാണ്. ദുബൈയിൽ സ്കേറ്റിംഗ് ബോർഡിൽ പറന്നു നടക്കുന്ന ഒരു മലയാളി പെൺകുട്ടി ആണ് എന്റെ തൊട്ടടുത്തുള്ളത്. ഒരു 10 വയസ്സുകാരി അൻവിത. അൻവിതയുടെ ടാലന്റ് ആക്ച്വലി നിങ്ങൾ കണ്ടാൽ ഞെട്ടും. കാരണം ഇത് വെറും 2 വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അൻവിത നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ആ ഒരു വിഷ്വൽസിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അൻവിത ചെയ്തത്. അപ്പോ അൻവിത പൊള്ളിയാണ്, ഗംഭീരാണ് കാര്യങ്ങള്. അപ്പോ വെറും 2 വർഷമായിട്ടുള്ള അൻവിത, 10 വയസ്സേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ഇതിൽ ഇൻസ്പയർഡ് ആയത് തന്നെ വേറെ ആൾക്കാർ സ്കേറ്റ് ചെയ്ത് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരുപാട് ട്രിക്സ് ഒക്കെ ചെയ്തിട്ട് അതിൽ ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് പറഞ്ഞത് ലൈക്ക് എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡെവലപ്ഡ് ആയി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കോച്ചിങ് എടുത്ത് കുറച്ച് മാസങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആയപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് 2-3 months ചെയ്തിട്ട് പോവാമെന്ന്. പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നമ്മളിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സ്കേറ്റ് ബോർഡിങ്ങിൽ. പിന്നെ എനിക്ക് ഒരുപാടൊക്കെ ട്രിക്സ് തരുന്നുണ്ട്. അൻവിത ദുബൈയിലാണെങ്കിലും കേരളത്തിലൊക്കെ പോയി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. നാഷണൽ ലെവലിൽ സിൽവർ മെഡലിസ്റ്റ് ആണ്. അപ്പോൾ നാഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒരു റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹാർഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സൈക്കിള്, സ്കൂട്ടർ, സ്കേറ്റ് ബോർഡ്, റോളർ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സ്ട്രീറ്റിലും എനിക്ക് സിൽവർ മെഡല്, പാർക്കിലും എനിക്ക് സിൽവർ മെഡൽ. ആണല്ലേ? കുറെ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു റിസ്ക്കും കുറച്ച് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ പലരും ഇത് പോകും. 2 തവണ കൈയും എല്ലൊക്കെ പൊട്ടിയെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു അത് ലൈക്ക് എനിക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസമൊക്കെ വരും, പിന്നെ പ്രാക്ടീസ് ചെയ്യും. UAE എവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? UAE അൽജാദ. വൈഫാണ് എന്നോട് പറഞ്ഞത് ഇവിടെ സ്കേറ്റ് ബോർഡ് ചെയ്യാൻ, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാന്നുള്ളത് അതിൽ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇത് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ്. 2023 ഒളിമ്പിക്കിന്റെ കോമ്പറ്റീഷൻ നടന്നാണ്. വേൾഡ് സ്കേറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ നാട്ടിലൊരു ബിൽഡിംഗ് ഒക്കെ പണിതു. പതുക്കെ ഒരു 40-41 ഞാൻ അവിടെ നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡ് ആണ്. പക്ഷേ ഇപ്പോൾ 101% പറയുകയാണെങ്കിൽ ഞാൻ ഇവളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഷാർജയിലെ അൽജാദിയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീനൊപ്പം അക്ഷയ് പേരാവും, മീഡിയ 1. 2026 ഫിഫ ലോകകപ്പ് യോഗ്യത ലക്ഷ്യമിട്ടുള്ള ഖത്തർ UAE മത്സരം ദോഹയിൽ പുരോഗമിക്കുകയാണ്. ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോൾ നേടിയിട്ടില്ല. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, വളരെ നിർണായകമായ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗോളൊന്നും നേടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ നടക്കുന്നു കളി? തന്നെ ഈ മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ ഇരു ടീമുകളും ഗോളൊന്നും അടിക്കാതെ തുല്യ നിലയിൽ നിൽക്കുകയാണ്. ഈ മത്സരത്തിൽ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് UAE വളരെ പതിഞ്ഞ താളത്തിലുള്ളൊരു കളിയാണ് ഇതുവരെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില മാത്രം മതി 2026 ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയ്ക്ക് വേണ്ടി. എന്നാൽ ഖത്തറിന് ജയം അനിവാര്യമാണ്. ഖത്തർ ജയിച്ചാൽ മാത്രമേ നേരിട്ട്
ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാനാവൂ. ഈ ജയിച്ചിട്ടില്ല എങ്കിൽ ഇനി 5ാം റൗണ്ടിലെ അടുത്ത ഒരു പ്ലേ ഓഫ് ഘട്ടത്തിൽ മത്സരിച്ച് യോഗ്യത നേടേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് തന്നെ UAE സംബന്ധിച്ചിടത്തോളം സമനില തന്നെ അവർക്ക് അടുത്ത ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഫലമായി മാറും. എന്നാൽ നിലവിലുള്ള അവസ്ഥ നോക്കുന്ന സമയത്ത് വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പതിഞ്ഞ കളി, പ്രതിരോധത്തിൽ ഊന്നിയ കളിയാണ് UAE ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തർ 2-3 തവണ മാത്രമാണ് എതിർ ഹാഫിലേക്ക് എത്തുകയും ഫിനിഷിംഗ് എത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ ഫൈനൽ തേർഡിൽ അവരുടെ ഫിനിഷിംഗ് പോരായിരുന്നു. ഒരേ ഒരു കോർണർ മാത്രമാണ് ഒരു ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ UAEക്ക് ലഭിച്ചിട്ടില്ല, ഖത്തറിനൊന്നും ലഭിച്ചിട്ടുമില്ല. ഇത്തരത്തിൽ വളരെ നിർണായകമായ ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ് ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണികളുടെ വലിയ പങ്കാളിത്തമുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചും UAEയെ സംബന്ധിച്ചും അതിനിർണായകമായ പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിന് ജയം അനിവാര്യമാണ്. ഒരു സമനില മാത്രം പിടിച്ചാൽ UAEക്ക് 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാനാകും തന്നെയാണ്. ശരി അബ്ബാസ്. 2026 ലോകകപ്പിനുള്ള സൗദി ഇറാഖ് യോഗ്യതാ മത്സരം അല്പസമയത്തിനകം ജിദ്ദയിൽ തുടക്കമാകും. ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്നതിന് സൗദിയുടെ നിർണായക മത്സരമാണ് ജിദ്ദയിൽ നടക്കുക. കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ സൗദി സമയം രാത്രി 9:45 മത്സരം തുടങ്ങുക. റിയാദ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ മത്സരം കാണാൻ ഫാൻ സോണുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒമാന്റെ നാഷണൽ പേയ്മെന്റ് കാർഡായ മാൽ കാർഡ് ഇതുവരെ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടില്ലെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലൈസൻസുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയും ബാങ്കുകളുടെ മേൽനോട്ടത്തിലുള്ള പേയ്മെന്റ് സർവീസ് ദാതാക്കളിലൂടെയും മാത്രമേ കാർഡ് ലഭിക്കുകയുള്ളൂവെന്നും CBO പറഞ്ഞു. മാൽക്കാർഡ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റു വിവരങ്ങൾ ശരിയല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാൽക്കാർഡ് തയ്യാറായാൽ പുറത്തിറക്കുന്ന തീയതി ഔദ്യോഗികമായി പൊതുജനങ്ങളെ അറിയിക്കും. ലൈസൻസിലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ വഴിയും ബാങ്കുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പേയ്മെന്റ് സർവീസ് ദാതാക്കളിലൂടെയും മാത്രമേ മാൽക്കാർഡ് ലഭിക്കുകയുള്ളൂ. മാൽക്കാർഡ് വാഗ്ദാനം ചെയ്യുന്ന അനധികൃത സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ കാർഡ് തരപ്പെടുത്താൻ പൊതുജനങ്ങൾ ശ്രമിക്കരുതെന്നും CBO വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ബന്ധപ്പെടുന്നവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കുകയും വ്യക്തിപരമായ വിവരങ്ങൾ, അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളും കൈമാറരുതെന്നും CBO മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒമാന്റെ സംരംഭമാണ് മാൽ എന്നറിയപ്പെടുന്ന പേയ്മെന്റ് കാർഡുകൾ. ദേശീയ പേയ്മെന്റ് സംവിധാനമായ ഒമാനെറ്റിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് മാൽ കാർഡ് പുറത്തിറക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ഉംറ നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ തീർത്ഥാടകൻ മരിച്ചു. തൊടുപുഴ ബേങ്ങല്ലൂർ സ്വദേശി കാവാനംപറമ്പിൽ ഇബ്രാഹിമാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. KMCC വെൽഫെയർ വിങ്ങിന് കീഴിൽ നടപടികൾ പൂർത്തീകരിക്കുന്നു. സൗദി അൽക്കോബാറിൽ പ്രവാസിയായിരുന്ന യുവതി നാട്ടിൽ വെച്ച് നിര്യാതയായി. മലപ്പുറം പറമ്പിൽ പീടിക കല്ലുങ്ങൽ വീട്ടിൽ സാദിഖിന്റെ ഭാര്യ തബഷീറ തസ്നി 28 വയസ്സാണ് അന്തരിച്ചത്. അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 6 മാസം ഗർഭിണിയായിരുന്നു. 8 വയസ്സുള്ള ഒരു മകനുണ്ട്. തബ്ഷീറയുടെ ആകസ്മിക വിയോഗം സുഹൃത്തുക്കളെയും കുടുംബത്തെയും ദുഃഖത്തിലാഴ്ത്തി. കഴിഞ്ഞ മെയിലാണ് പ്രസവത്തിനായി ഇവർ നാട്ടിലേക്ക് എത്തിയത്. അൽ ഇർഷാദ് കമ്പ്യൂട്ടർ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ച് ദുബായ് ദേറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജെനുവിൻ ടെക്നോളജി ഷോറൂം എന്ന പേരിൽ സബ്ക സ്ട്രീറ്റിലാണ് പുതിയ ശാഖ. പാണക്കാട് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് ചെയർമാൻ യൂനുസ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ഹൈദർ കാട്ടാക്കട ആദ്യ ഉൽപ്പന്നം വാങ്ങി. ഗൾഫും യൂറോപ്പും അടക്കം വിദേശ രാജ്യങ്ങളിലെ മികച്ച ജോലികൾക്ക് പണമില്ലായ്മ ഇനി തടസ്സമാകില്ലെന്ന് തെളിയിക്കുകയാണ് നോർക്ക റൂട്ട്സ്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന IELTS, OET പോലുള്ള നിർബന്ധിത ഭാഷാ കോഴ്സുകളും ജർമ്മൻ പോലുള്ള വിദേശ ഭാഷകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി നൽകുകയാണ് നോർക്കയുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2 വർഷമായി കേരളത്തിൽ 2 ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഇപ്പോഴും അധികമാരും അറിഞ്ഞിട്ടില്ല. 40 ലക്ഷത്തിലധികം പ്രവാസികളുള്ള കേരളത്തിൽ അധികം ആർക്കും അറിയാത്ത ഒരു സംവിധാനമാണ് നോർക്ക റൂട്ട്സിൻ്റെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ 2 സ്ഥലത്താണ് അതുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടും. ഈ കോഴിക്കോട് ചിന്തവളപ്പിലെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അശ്വതി മാഡം ഉണ്ട്. അശ്വതി മാഡം, ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്?
നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 1.5 years ആയി. ലാസ്റ്റ് ഇയർ ഒരു ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് വേറെ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മൗത്ത് പബ്ലിസിറ്റി, നമ്മളെ കുട്ടികളുടെ മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് ഇത്രയും സ്റ്റുഡൻസ് നമുക്ക് വരുന്നത്. ഈവൻ ഇപ്പോഴും നമുക്കൊരു 1000 above രജിസ്ട്രേഷൻസ് ഉണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ബാച്ച് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. 3 തൊട്ട് 6 മണി വരെ 3 മണിക്കൂറാണ് നമ്മളൊരു ബാച്ച്. നന്നായി പഠിക്കുന്നു, ഇൻട്രസ്റ്റഡ് ആണ്, നന്നായി പോകുന്നു ക്ലാസ്. പിള്ളേരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഓപ്പൺ ആയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞ പാടെ തന്നെ അവർക്കൊരു 1 lakh above ഏൺ ചെയ്തുകൊണ്ടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ജർമ്മനിയിൽ വരിക എന്ന് പറയുന്നത് അവർ ഭയങ്കര ഹോപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ആക്ച്വലി ടഫാണ്, പക്ഷെ അത് പഠിച്ച് എടുത്ത് അവർ ഭയങ്കര ഇൻട്രസ്റ്റാണ് കാണിക്കുന്നത് അവരുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് തീർത്തും സൗജന്യമായി പഠിക്കാനും അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾക്ക് തന്നെയും വലിയ ചെലവില്ലാതെ പഠിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് നോർക്ക അവതരിപ്പിക്കുന്നത്. നല്ല സൗകര്യങ്ങളാണ്, പിന്നെ ഇത്രയും വില കുറച്ച് കിട്ടുന്നത്. ഞാൻ ഇതിന് മുന്നേ ചേരുന്നതിന് മുന്നേ ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഫീസാണ്. 50,000 മുതൽ മേലോട്ടാണ് എല്ലാവരും ഓരോ ഇതിനും വേണ്ടി പറയുന്നത്. ഓരോ A1-നും A2-നും ഒക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ നല്ല സബ്സിഡിയിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. കോഴിക്കോട് ഇത്ര കാലം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ പഠിച്ച ഒരാൾ പറഞ്ഞതുകൊണ്ട് അറിഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 1400 കുട്ടികൾ നമ്മൾ ഇത്രയും ബാച്ചിലായിട്ട് പോയി കഴിഞ്ഞു. നമുക്ക് ജർമ്മൻ A1, A2, B1, B2, അതുപോലെ OET കോഴ്സ് ഓൺലൈൻ ഓഫ്ലൈൻ, IELTS ഓൺലൈൻ ഓഫ്ലൈൻ, ഇത്രയും ആയിട്ട് ഒരു 1400 അറൗണ്ട് കുട്ടികൾ ഇപ്പോൾ പഠിച്ചു. നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ, ബുദ്ധിപരമായിട്ടും പഠിക്കാനും കഴിവുള്ള താല്പര്യവുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിസന്ധിയാകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ആ കാര്യത്തിലാണ് നോർക്ക ഇപ്പോൾ നല്ല ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്. വീണ്ടും മിഡ് ഈസ്റ്റ് അവറിലേക്ക്. ഹാജിമാർക്കുള്ള ആരോഗ്യ നിബന്ധന കേന്ദ്രം പുറത്തിറക്കി. ഗുരുതര ആരോഗ്യ പ്രയാസമില്ലാത്തവർക്ക് മാത്രം ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കും. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് സൗദി ഹജ്ജ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ആരോഗ്യ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ സൗദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡയാലിസിസ്, ഗുരുതര ഹൃദ്രോഗം, ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികൾക്കും അവസരമില്ല. 6 മാസം പിന്നിട്ട ഗർഭിണികൾ, TB, കീമോ എടുക്കുന്ന രോഗികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, എന്തൊക്കെ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ധന്യ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൗദി അറേബ്യ ഓരോ ഹജ്ജ് കാലത്തും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി പ്രായമേറിയ ഹാജിമാരാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ ഹജ്ജിന്റെ ഒരു ചട്ടപ്രകാരമാണെങ്കിൽ സമ്പത്തും ആരോഗ്യവും, മികച്ച ആരോഗ്യമുള്ള ഒരു നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. പക്ഷേ പലപ്പോഴും വളരെ പ്രായമായ ശേഷമാണ് പല ഹാജിമാരും ഹജ്ജിനെത്താറുള്ളത്. ഇത് വലിയ തോതിൽ മരണസംഖ്യ ഉയർത്താനും കാരണമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഹജ്ജ് നയം സൗദി അറേബ്യ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ആരോഗ്യ നിർദ്ദേശത്തിൽ പറയുന്നത് കിഡ്നി പേഷ്യൻസ്, പ്രത്യേകിച്ച് അവർ ഡയാലിസിസ് രോഗികളാണെങ്കിൽ, അതേപോലെ തന്നെ ഹൃദയം പൂർണ്ണമായും അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പ്രയാസമുള്ള രോഗികളാണെങ്കിൽ, ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികളാണെങ്കിൽ, അതോടൊപ്പം തന്നെ 6 മാസം പിന്നിട്ട ഗർഭിണികളാണെങ്കിൽ, TB-യുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവരാണെങ്കിൽ, കീമോതെറാപ്പി എടുക്കുന്ന ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഇവർക്ക് ഇത്തവണ ഹജ്ജിൽ അവസരമുണ്ടാകില്ല. അത് കൃത്യമായി ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അപേക്ഷിച്ചവരിൽ ഈ തരത്തിലുള്ള രോഗികളുണ്ടെങ്കിൽ, ഗുരുതര ആരോഗ്യ പ്രയാസമുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇത്തവണ ഹജ്ജിന് അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത് കൃത്യമായി പറയുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ കൂടെ ഒരു കൂട്ടിരിപ്പുകാർ കൂടി ഹജ്ജിന് വരേണ്ടതുണ്ട്. പക്ഷെ അത് ഉണ്ടാകാറില്ല. ഈ ഒരു സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർക്ക് ഇത്തവണ ഹജ്ജിന് അവസരം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കാരണം അവർ ഹജ്ജിനെത്തിയാൽ പോലും പലപ്പോഴും ആശുപത്രിയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ പൂർണ്ണമായ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിലോ ആണ് ഹജ്ജിൽ നിന്നും മടങ്ങിപ്പോകാറുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ ഹജ്ജിലേക്ക് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതര പ്രയാസമുള്ള രോഗികൾക്ക് ഇത്തവണ ഹജ്ജിലേക്ക് ഏതായിരുന്നാലും പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് സൗദി അറേബ്യ അറിയിക്കുന്നത്. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശമായി ഇപ്പോൾ ഹാജിമാർക്കായി പുറത്തിറക്കിയിരിക്കുന്നത്. ധന്യ. ശരി അഫ്താബ്. ദോഹയിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഖത്തർ എഞ്ചിനീയേഴ്സ് സമ്മിറ്റ് ക്വസ്റ്റ് സമാപിച്ചു. പ്രൊജക്ട് മാനേജ്മെന്റിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളാണ് സമ്മിറ്റ് ചർച്ച ചെയ്തത്. 250-ലേറെ എഞ്ചിനീയർമാർ പങ്കെടുത്തു. പ്രോജക്റ്റുകളുടെ നിർവഹണത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് സമ്മിറ്റ് അഭിപ്രായപ്പെട്ടു. AI-യുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എഞ്ചിനീയറിംഗ് സമൂഹം മുമ്പോട്ട് വരേണ്ടതുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.
ഉൾക്കാഴ്ച നിറഞ്ഞതായിരുന്നു സെഷനുകളെന്ന് പങ്കെടുത്തവർ പ്രതികരിച്ചു. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്ന് സെഷനിൽ നമ്മുടെ സ്പീക്കേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ AI എന്ന് വെച്ചിട്ടുള്ളത് വളരെ കുറവായിട്ട് കേട്ടുവരുന്ന ഒരു സാധനമാണ്. ഈ കോൺഫറൻസ് കഴിഞ്ഞോടെ അതിൻ്റെ ഒരു ഇത് ഫുൾ മാറി കിട്ടി. AI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്നായിരുന്നു സംഘാടകരുടെ പ്രതികരണം. പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ ഇതുകൊണ്ട് കഴിഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലായിരുന്ന ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി മുമ്പോട്ട് നമ്മൾ ഇതിലെ ഇംപ്ലിമെന്റേഷനിലോട്ട് പോകുന്നു. കാലിഫോർണിയ ആസ്ഥാനമായ ടൈഒ AI CEO ഡോക്ടർ സൗരഭ് മിശ്ര, ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ, മൈക്രോസോഫ്റ്റ് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക AI ആപ്സ് റീജിയണൽ ഡയറക്ടർ ഷിജാസ് അബ്ദുൽ കരീം തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും അവസരങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നൊരു സമ്മിറ്റായിരുന്നു ക്വസ്റ്റിൻ്റേത്. ദോഹയിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഷോപ്പിംഗ് മാളുകളിലെ സംഘർഷത്തിൽ പങ്കെടുത്ത പ്രവാസികളെ കുവൈറ്റ് നാടുകടത്തി. സംഘർഷത്തിൽ ഉൾപ്പെട്ട 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് കത്തി ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഷോപ്പിംഗ് മാളുകളിലും പൊതുസ്ഥലങ്ങളിലും ആവർത്തിച്ചുണ്ടാകുന്ന സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വ്യാപകമായ സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചു. ക്രിമിനൽ സുരക്ഷാ വിഭാഗവും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷന്റെ നേതൃത്വത്തിലുമാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ഷോപ്പിംഗ് മാളുകളിൽ പുകവലിച്ച 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാനിൽ കിങ് ഫിഷ് മത്സ്യബന്ധനത്തിനുള്ള താൽക്കാലിക വിലക്ക് നീക്കി മത്സ്യബന്ധന മന്ത്രാലയം. കിങ് ഫിഷിന്റെ പ്രജനനകാലമായതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 മുതൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി സഹകരിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് മന്ത്രാലയം നന്ദി അറിയിച്ചു. കുവൈത്തിലെ അബ്ദുലയിൽ വാടക ഫാമുകളിൽ പ്രവർത്തിച്ചിരുന്ന 2 അനധികൃത മദ്യ ഫാക്ടറികൾ പോലീസ് തകർത്തു. ആഭ്യന്തര മന്ത്രാലയവും കാർഷിക മത്സ്യവിഭവ അതോറിറ്റിയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ദമാം OICC പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നിരവധി പേർ മുദ്രാവാക്യം വിളിച്ചും ദീപമേന്തിയും പ്രതിഷേധം രേഖപ്പെടുത്തി. നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. ദമാം ഖത്തീബ് ഫിഷ് മാർക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മേളയുടെ കലാശ പോരാട്ടത്തിൽ FC ഖത്തീബ് ജേതാക്കളായി. ഈ വർഷം ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്നവരിലെ ഭാഗ്യവാന്മാർക്ക് 1 കോടി ദിർഹം വരെ സമ്മാനമായി നേടാൻ അവസരമുണ്ടാകും. ടിക്കറ്റിനോടൊപ്പം ലഭിക്കുന്ന QR കോഡ് രജിസ്റ്റർ ചെയ്താൽ നറുക്കെടുപ്പിൽ പങ്കാളിയാകാം. എല്ലാ ദിവസവും വിവിധ സമ്മാനങ്ങൾക്കായി പ്രധാന വേദിയിൽ തന്നെ നറുക്കെടുപ്പുണ്ടാകും. മെഗാ സമ്മാനമായാണ് 10 മില്യൺ ദിർഹം നൽകുക. പ്രവർത്തനം ദുബൈയിലെ സെഞ്ചുറി മാളിലേക്ക് മാറ്റിയതായി സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേരത്തെ അൽമുല്ല പ്ലാസയ്ക്ക് എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ മാളിലേക്ക് മാറ്റിയത്. ദുബായ് ഇക്കോണമി വകുപ്പിന്റെ സേവനങ്ങൾ, ആമിർ സെന്റർ സേവനങ്ങൾ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ സർക്കാർ സേവനങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കും. സ്ഥാപനത്തിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം. മാളിലെ സേവന കേന്ദ്രത്തിലെത്തുന്നവർക്ക് സൗജന്യ പാർക്കിംഗ് സേവനവും ഉറപ്പാക്കുമെന്ന് CEO ഷാനിദ് ആസിഫ് അലി, അബ്ദുൽ അസീസ് അയ്യൂർ തുടങ്ങിയവർ അറിയിച്ചു. നമ്മുടെ സ്റ്റാർ എക്സ്പ്രസ് ഗവൺമെന്റ് ട്രാൻസാക്ഷൻ സെന്റർ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ അൽമുല്ല പ്ലാസയുടെ ഓപ്പോസിറ്റാണ് ഈ സെൻറ്റർ പ്രവർത്തിച്ചിരുന്നത്. അവിടെ പ്രവർത്തിച്ചിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെഞ്ചുറി മാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൂടെ തന്നെ ആമർ സെൻറ്റർ, അതേപോലെ തന്നെ തഹ്സീൽ, തൗജീൽ, ദുബായ് കോർട്ട്, അതേപോലെ മുനിസിപ്പാലിറ്റി, റേറ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സർവീസുകളും ബാസിസ്ക പറഞ്ഞതുപോലെ ഒരു കുടക്കീഴിൽ സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഈ 9.25 വർഷത്തോളം ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിക്കുന്നതോടൊപ്പം വീണ്ടും അതേപോലത്തെ സർവീസുകൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടെയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചത്.